മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോയ്ക്ക് ഈ റെഡ് ടൈൽ ജയന്റ് ഗൗരാമികളെ കുറിച്ച് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ സൈസ് രണ്ടെണ്ണത്തിനെ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ വാങ്ങിയ ചെറിയ സൈസിനെയാണ് നമ്മൾ ആ കണ്ടെയ്നറിൽ ഇട്ടിട്ടുള്ളത്. അതിനെ പിന്നീട് നമ്മൾ ഈ ടബുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഫാമിൽ നിന്ന് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഫാം വിസിറ്റ് ചെയ്താലാണ് അങ്ങനെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊറിയറായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ട്രാൻസ്പോർട്ട് വഴിയോ ആണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മിനിമം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ആ ഫാമിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മിനിമം ഒരു 10-15 പീസൊക്കെ ആയിരിക്കും. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയന്റ് ഗൗരാമികൾ, ഈ റെഡ് ടൈൽ ജയന്റ് ഗൗരാമികൾ മാത്രമല്ല, എല്ലാ വെറൈറ്റിയിലും പെട്ട ജയന്റ് ഗൗരാമികൾ ഈ ഫാമിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനോ, അതായത് പ്രൈസ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ കൊറിയർ സർവീസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ ഫാമിൻ്റെ നമ്പറിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പ് വഴി ചോദിക്കാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ സ്ക്രീനിലും കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 2 ചെറിയ റെഡ് ടൈൽ ജയന്റ് ഗൗരാമികളെ വാങ്ങി ആ സെയിം ഡേ തന്നെ നമ്മൾ ഫാമിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ അവരെ വാങ്ങിക്കൊണ്ട് വന്ന ആദ്യത്തെ ദിവസം എടുത്ത ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. അത് നിങ്ങളെ ഒന്ന് ക്ലിയർ ആയിട്ട് ക്ലോസപ്പ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതായത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഏകദേശം 2 ഇഞ്ച് വരുന്നതാണ്. അന്ന് തന്നെ നമ്മൾ ഇവരെ നേരത്തെ കാണിച്ച ടബുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ചെറുതായതുകൊണ്ടും പിന്നെ ഇവർക്ക് സ്ട്രെസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടബുകളിൽ ചെടികൾ, അതായത് നമ്മുടെ സാൽവീനിയ ചെടി ഫ്ലോട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. കാരണം ടബുകളിൽ നമ്മൾ ഫ്രഷ് വെള്ളമാണ് അടിച്ച് ഇട്ടിട്ടുള്ളത്. അത് ആൽഗെ അടിച്ച് എടുക്കുന്ന ടബ്ബായിരുന്നു. പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്തതുകൊണ്ടും വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്തതുകൊണ്ടും ആൽഗെ കാര്യങ്ങളെല്ലാം പോയിട്ട് പുതിയ വെള്ളമാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ സോൾട്ട് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കുറച്ച് ദിവസം വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ മീനുകൾ വാങ്ങിയത്. എങ്കിലും ആൽഗയൊക്കെ ഫോം ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഈ ടബുകളിലേക്ക് അടിച്ച് ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെടികൾ നമ്മൾ പതുക്കെ റിമൂവ് ചെയ്യും. ഇവർ ടബുകളിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം ഒരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫീഡ് കാര്യങ്ങളെല്ലാം എടുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഏറ്റവും ചെറിയ മൈക്രോ പെല്ലറ്റ്സ് ആണ് ഫീഡ് ചെയ്യുന്നത്. തുടക്കത്തിൽ നമ്മൾ പെല്ലറ്റ് ഫുഡ് സിങ്ക് ചെയ്ത് ഇട്ട് കൊടുത്തിരുന്നു. അതായത് ഇവർ കുറച്ച് സ്ട്രെസ്സിലായിരിക്കും, ഇവർ താഴത്തൊക്കെയാണ് പോയി നിൽക്കുന്നത്. ഇപ്പോൾ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ കാണാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ സിങ്ക് ചെയ്ത് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ അത് മാറ്റി ഇപ്പോൾ മുകളിൽ തന്നെയാണ് ഫ്ലോട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അവർ മുകളിൽ വന്ന് കഴിക്കുന്നുണ്ട്. പതുക്കെ അവർ നമ്മളുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അഡാപ്റ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതുക്കെ നമ്മൾ ആ ചെടികളൊക്കെ റിമൂവ് ചെയ്യും. പിന്നീട് പതുക്കെ വെള്ളത്തിൽ ആൽഗെ ഫോം ചെയ്ത് വരുമ്പോൾ ആൽഗെ വാട്ടർ പ്രൊമോട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ റെഡ് ടൈൽ ജയന്റ് ഗൗരാമികളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പല ആൾക്കാരും അന്വേഷിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഗൗരാമി ഫാമിലിയിൽ പെട്ട ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ മറ്റു പല മീനുകൾക്കും ഉള്ളതുപോലെ ഹൈ റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി. പിന്നെ ചെറിയ സൈസിനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പരമാവധി അവർക്ക് സ്ട്രെസ് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാനിവരെ ഒന്ന് കണ്ടീഷനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും.